പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 17-ാം ദിനം. ആത്മാർത്ഥതയില്ലാത്ത ആധ്യാത്മികത. പഴയ കൊച്ചി രാജ്യത്ത് കൊച്ചാപ്പു എന്നു പേരായ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആരെയും കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിരുന്നില്ല. വിജനമായ വഴികളിലൂടെ ഒറ്റയ്ക്ക് പോകുന്ന യാത്രക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സാധനങ്ങൾ തട്ടിയെടുക്കും. കൊച്ചാപ്പുവിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം വലിയൊരു ദൈവഭക്തനായിരുന്നു എന്നതാണ്. എല്ലാ ദിവസവും രാവിലെ കുരിശുപള്ളിയിലെ പുണ്യാളച്ചൻ്റെ രൂപത്തിനു മുൻപിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാതെ അദ്ദേഹം കൊള്ളയ്ക്ക് പുറപ്പെടുകയില്ല. കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി നന്ദിയായി പുണ്യാളച്ചന് നേർച്ചയിടുകയും ചെയ്യും. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം കൊള്ളയ്ക്കിറങ്ങി. ഒറ്റയ്ക്ക് വരുന്ന യാത്രക്കാരെയും കാത്ത് വഴിയരികിൽ മറഞ്ഞിരുന്നു. അതാ ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നു. കൊച്ചാപ്പുവിന് സന്തോഷമായി. അയാൾ അടുത്തു വന്നപ്പോൾ കൊച്ചാപ്പു അയാളുടെ മേൽ ചാടി വീണ് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി. പേടിച്ചരണ്ട യാത്രക്കാരൻ കയ്യിലുള്ള ഭാണ്ഡക്കെട്ട് ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി. ഭാണ്ഡവും എടുത്ത് സുരക്ഷിതമായ സ്ഥലത്തെത്തിയ കൊച്ചാപ്പു ആകാംക്ഷയോടെ അഴിച്ചു നോക്കിയപ്പോൾ നിരാശയായിരുന്നു ഫലം. വില പിടിച്ച് ഒന്നും അതിലില്ലായിരുന്നു. കുറേ തുണികളും ഒരു പൊതിച്ചോറും മാത്രം. വിശന്നു പൊരിഞ്ഞിരുന്ന കൊച്ചാപ്പു ആർത്തിയോടെ പൊതിച്ചോറ് ഉണ്ണുവാൻ തുടങ്ങി. ചോറിനോടൊപ്പം ഉണ്ടായിരുന്ന കോഴിക്കറി കണ്ട് അയാളുടെ വായിൽ വെള്ളമൂറി. കൊതിയോടെ കോഴിക്കാലെടുത്ത് വായിലേക്ക് വെച്ചപ്പോഴാണ് അയാൾ അക്കാര്യം ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കുന്നതെങ്ങനെ? കൊച്ചാപ്പു നിരാശയോടെ കോഴിക്കാല് വലിച്ചെറിഞ്ഞ് ചോറുണ്ണുവാൻ തുടങ്ങി. വെള്ളിയാഴ്ച പിടിച്ചു പറിക്കുന്നതിൽ വിഷമം തോന്നാത്ത കൊച്ചാപ്പുവിന് വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കുന്നതിൽ വലിയ വിഷമം. ഇത്തരത്തിലുള്ള കപടമായ ആധ്യാത്മികതയെ യേശു കഠിനമായി സുവിശേഷങ്ങളിൽ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും ന്യായപ്രമാണത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ സ്നേഹം, നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലും ദ്രോഹിക്കുന്നതിലും നമുക്ക് മനസാക്ഷിക്കുത്തില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി ചെയ്യാത്തതിനെ ഓർത്തും ദുഃഖം തോന്നാറില്ല. വിദ്വേഷവും വെറുപ്പും കാത്തുസൂക്ഷിക്കുന്നതും സ്വാഭാവികം തന്നെ. എന്നാൽ പള്ളിയിൽ പോകാത്തതിലും കുർബാനയിൽ പങ്കെടുക്കാത്തതിലും പ്രാർത്ഥിക്കാത്തതിലും പലർക്കും കുറ്റബോധം തോന്നും. നോമ്പും ഉപവാസവും കൃത്യമായി എടുക്കുന്നതിനും നാം ഉപേക്ഷ വിചാരിക്കാറില്ല. ഇത്തരത്തിലുള്ള ഉപരിപ്ലവമായ ഭക്തി പ്രകടിപ്പിക്കുന്നവരെ നോക്കി കർത്താവ് പറഞ്ഞത്, കപടനാട്യക്കാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ്. ആത്മീയ മനുഷ്യരുടെ ഏറ്റവും വലിയ ദുരന്തം ആത്മാർത്ഥതയില്ലാത്ത ആധ്യാത്മികതയാണ്. ഈ ദുരന്തത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഈ വലിയ നോമ്പിൽ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദയപരമാർത്ഥതയോടെ നിന്റെ മുൻപിൽ വ്യാപരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എല്ലാ കാപട്യവും ആത്മാർത്ഥതയില്ലായ്മയും എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയണമേ. അങ്ങ് എന്നെ കാണുന്നത് പോലെ എനിക്കും എന്നെ കാണുവാൻ കൃപയരുളണമേ. ആമേൻ.